ഹായ്. അപ്പോൾ ഇന്ന് സൗന്ദര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ബ്യൂട്ടി, ഭംഗി. ഞാൻ ഈ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ച് വളർന്നു വരുന്ന കാലത്ത് എനിക്ക് ഒരുപാട് മണ്ടത്തരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വളർന്നു വരുന്നതാകുമ്പോഴത്തേക്ക് ഈ ലോകത്ത് ജാതിയും മതമൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഈക്വലായിട്ട് കാണപ്പെടും. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന അങ്ങനെയാണല്ലോ, വി ഷുഡ് ട്രീറ്റ് എവരി വൺ ലൈക്ക് ദിസ്, ഇങ്ങനെ കുറേ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നു. പണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമ്മുടെ മുമ്പുണ്ടായിരുന്ന ജനറേഷൻ ഫൈറ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ പഠിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വെൻ വി ഗ്രോ അപ്പ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എന്ന്. പക്ഷേ അതൊരു മണ്ടത്തരമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി. നത്തിങ് വിൽ ചേഞ്ച്. ഒരു ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഒരിടത്തൊരു നല്ല ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിന് പാരലായിട്ടൊരു മോശം ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഈ സൗന്ദര്യത്തിന് വല്ല പ്രാധാന്യമൊന്നുമില്ല, വി ഷുഡ് ലുക്ക് ഇൻസൈഡ് ദാറ്റ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും നോട്ട് ട്രൂ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ ലയർ എന്ന് പറയുന്നൊരു സിനിമ, ജിം ക്യാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു. ആ കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കാണുമായിരുന്നു കുട്ടിക്കാലത്ത്. ഒരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിനൊരു കള്ളം പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ്. അദ്ദേഹം ഒരു വക്കീലാണ്. അപ്പോൾ കള്ളം പറയാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ അദ്ദേഹത്തോട് ഒരിക്കലും ഇങ്ങനെ പറയും, റിയൽ ബ്യൂട്ടി ഈസ് ഇൻസൈഡ് ഡാഡി എന്നിങ്ങനെ എന്തോ പറയുമ്പോൾ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പറയുമ്പോൾ ഈ ജിം ക്യാരി നമ്മുടെ മകനോട് പറയും, ദാറ്റ് ജസ്റ്റ് സംതിങ് അഗ്ലി പീപ്പിൾ സേ, അത് കാണാൻ കൊള്ളാത്ത ആൾക്കാർ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഈ സൗന്ദര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഞാനൊന്നും മുട്ടയടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, നീ എന്തിനാണ് മുട്ടയടിച്ച്, നീ എന്തിനിങ്ങനെ ആയിപ്പോയി എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ താടി വെട്ടിയാൽ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ആളുകൾക്ക് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. സെയിം വൈസ് സെയിം സംഭവിക്കും, തിരിച്ചും ഇതേ കാര്യം സംഭവിക്കും. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വലിയൊരു പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് നമ്മളൊരു ആത്മീയ പാതയിലൂടെ പോകുമ്പോൾ നമ്മളൊരു ഗുരുവിനെ, ഇയാൾ നിൻ്റെ ഗുരുവാണോ അല്ലെങ്കിൽ എനിക്ക് അക്സെപ്റ്റബിൾ ഗുരുവാണോ എന്ന് തന്നെ തീരുമാനിക്കുന്നത് തന്നെ നമ്മൾ അയാളുടെ ലുക്ക് നോക്കിയിട്ടും അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ നോക്കിയിട്ടും ആയിരിക്കും. നോക്കൂ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോജിക്കുകൾ പറയുന്ന ആൾക്കാർ നമുക്ക് ഗുരുവായിട്ട് തോന്നും, അല്ലെങ്കിൽ അവർ ആത്മീയമായി ഉയർന്ന ആളാണെന്ന് തോന്നും. അങ്ങനെ അല്ലാത്ത ആൾക്കാർ നമ്മൾ താഴോട്ട് പുഷ് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ദേ ആർ നോട്ട് റൈറ്റ് എന്ന് തോന്നും. ഒരു എക്സിക്യൂട്ടീവ് ലൈഫ് ജീവിച്ച മോസ്റ്റ് പ്രോബബിളി അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ആളുകൾക്ക് അതേ ഒരു ഗെറ്റപ്പിലൊരു നല്ല വെൽ മാനേർഡ് വെൽ ഡ്രസ്ഡ് ഒരു ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. എന്നാൽ തെരുവിൽ ജീവിക്കുന്ന ഒരു ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പല ഗുരുക്കന്മാരും തെരുവിൽ ജീവിക്കുന്നതിൻ്റെ, അവരുടെ ലുക്കിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിൻ്റെയും കാരണം തന്നെ അവരുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ജെനുവിൻലി അവരുടെ ആ ഒരു ഓറ റിയലൈസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ വരുള്ളൂ എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സെൻ ബുദ്ധിസ്റ്റുകൾ അവരുടെ മുടിയൊക്കെ മുട്ടയടിക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, എപ്പോഴും പോയി ഹെയർ കട്ട് ചെയ്യാനും അത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ചിലവ് കുറയ്ക്കാനും, പിന്നെ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാതിരിക്കാനും. കാരണം ഹെയറിന് സൗന്ദര്യമായിട്ടൊരു ഭാഗം ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ അത്യാവശ്യം കഷണ്ടി ഉള്ള ഒരാൾ പോലും ഹെയർ നന്നായി ഗ്രൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഹെയറിന് അദ്ദേഹത്തിൻ്റെ ഭംഗിയിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരായാലും നമ്മളായാലും സ്വയമേ നമ്മുടെ ലുക്കിൽ ഫോക്കസ് ചെയ്യരുത്. വി ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ് സംതിങ് ഇൻസൈഡ്. നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപത്തിൽ ഫോക്കസ് ചെയ്യണമെന്നൊരു ഇമ്പോർട്ടൻസ്, അത് ബുദ്ധമതത്തിൽ പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റാണ്. ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പറ്റി പറയാം. നമുക്ക് സൗന്ദര്യത്തിന് ഈ നമ്മുടെ എവല്യൂഷനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു കുഞ്ഞു കുട്ടിക്ക് വളരെ സൗന്ദര്യമുള്ള, അതായത് ജനിച്ച ഉടനെ ഉള്ളൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്, നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ളൊരു മനുഷ്യനെ കണ്ടാൽ അയാൾ വളരെ സേഫ് ആണെന്ന് തോന്നുമെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പം ഞാൻ സൗന്ദര്യം എന്ന് പറയുന്നതല്ല ഒരു കുഞ്ഞു കുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് വളരെ പ്ലസൻ്റായി ചിരിക്കുന്ന ഒരു ഓറയുള്ളൊരു ഫേസാണ് സൗന്ദര്യം. അത് ഏത് നിറത്തിലാണ് വരുന്നതെന്നുള്ള കുട്ടിക്കൊരു വിഷയമല്ല. അത് ഏത് നിറത്തിൽ വന്നാലും ഭംഗിയുണ്ടെന്ന് കുട്ടിക്ക് തോന്നിയാൽ മതി. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. നമ്മൾ ഒരു 100 വർഷം മുമ്പത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് ഭംഗിയുണ്ട് എന്നെല്ലാവരും വിചാരിച്ചിരുന്ന ആളുകളെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ മെജോറിറ്റിക്ക് ഭംഗിയുള്ളതായി തോന്നില്ല. നമുക്ക് സ്റ്റിൽ നമ്മുടെ ആ ഒരു ബേസിക്സിന് നമുക്ക് ഖണ്ഡിച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ പോലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാനത്ര ഓപ്പൺ മൈൻഡഡ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും അങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഫോർ എക്സാമ്പിൾ,
നരസിംഹം സിനിമ എന്ന് പറയുന്ന മോഹൻലാൽ വളരെ മനോഹരമായി അഭിനയിച്ചൊരു സിനിമ. ആ സിനിമയിൽ എത്ര നന്നായി അഭിനയിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു ഫിസിക്കും ഒരു രൂപവും വെച്ച് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആക്ടർ ആണ് ആ സെയിം റോൾ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ ഇത്ര അക്സെപ്റ്റ് ചെയ്യില്ല. അദ്ദേഹത്തിന് എത്ര നന്നായി അഭിനയിക്കാൻ അറിയെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. ദാറ്റ്സ് എ ഡിഫറൻസ് അല്ലേ? കാരണം ഇവിടെ സൊസൈറ്റൽ പാറ്റേൺസും കണ്ടീഷനിങ്ങും സെറ്റായിപ്പോയി. സോ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ നല്ല വൃത്തിയായ സൗന്ദര്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സൊസൈറ്റിയുമായി ഇൻവോൾവ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. നമ്മളിത് ബ്രേക്ക് ഔട്ട് ചെയ്ത് വെളിയിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് ദ ലുക്സ്. എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലുക്കിനെ പറ്റി കെയർ ചെയ്യാത്ത ചിലപ്പോൾ ജീവിക്കാൻ സാധിക്കുമായിരിക്കും. ഞാൻ ലുക്ക് കെയർ ചെയ്യുന്ന ടൈമുണ്ട്, കെയർ ചെയ്യാത്ത ടൈമുണ്ട്. ഇപ്പം ഐ ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് മൈ ലുക്സ് എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ പോയി മുട്ടയടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ താടിയൊക്കെ വഴിച്ച് കളഞ്ഞ് ഞാൻ തന്നെ ലൈക്ക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ ഔട്ട് സൈഡിലേക്ക് എപ്പോഴും പോകാൻ ശ്രമിക്കുന്നത്. കാരണം ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ലുക്ക് അറ്റ് മീ വിത്ത് മൈ ലുക്സ്. അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത്, കാരണം ഞാൻ എൻ്റെ ലുക്സിനെ പറ്റി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ കെയർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. പീപ്പിൾ ഡസൻ ആക്ച്വലി കെയർ അബൌട്ട് യു. നമ്മളെ കാണാൻ സൗന്ദര്യമുള്ളപ്പോഴാണ് ആളുകൾ നമ്മളെ കെയർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓറ അത്യാവശ്യം നല്ലതാണ്, നമുക്കൊരു വെരി പ്ലസൻറ്റ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതെല്ലാവർക്കും സാധിക്കില്ല. അത് നല്ല കീനായിട്ട് റിയാലിറ്റി കാണുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും ഈ ബാഹ്യ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ആബ്സെൻറ്റ് മൈൻഡായിട്ട് ജീവിക്കുന്ന ആളുകൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ഒരു ഫാക്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു ബ്യൂട്ടിയെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച സമയത്ത് നമുക്കൊരുപാട് കണ്ടീഷൻസും റൂൾസും ലോസും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും. പഴയ കാലത്ത് വേറെയാണ്, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വേറെ രീതിയിലായി, അത്രേ ഉള്ളൂ. അല്ലാതെ അന്നത്തെ കാലം ഇന്നത്തെ കാലം അങ്ങ് മാറിപ്പോയതൊന്നും ആരും വിചാരിച്ച് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന മെജോറിറ്റി ആൾക്കാരും എന്തിനാണത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സൗന്ദര്യമുള്ള കാര്യങ്ങളും ആളുകളെ ചൂസ് ചെയ്യാനും നിങ്ങൾ ആ ചോയ്സ് മേക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് പൊതുവേ പറയാറ് സൊസൈറ്റിയിൽ. അത് നിങ്ങൾക്ക് ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ലൈക്ക് സൗന്ദര്യത്തിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പലപ്പോഴും നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുക. ഇപ്പോൾ കറുപ്പിൻ്റെ ഭംഗിയെപ്പറ്റിയും മഹാത്മ്യത്തെ പറ്റിയും എപ്പോഴും ഉയർന്നു സംസാരിക്കുന്ന തമിഴ് സിനിമയിലെ നായകന്മാർക്ക് എപ്പോഴും കറുപ്പ് നിറം ഇല്ലാത്തൊരു നായിക തന്നെ വേണമായിരുന്നു. ഇപ്പം ഒരുപാട് ബാക്ക്ലാഷുകൾ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ വാക്കാൽ പറയുന്നതും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതും രണ്ട് കാര്യമാണ്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യണം നമ്മുടെ ഇന്നറിലേക്കാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് കണ്ടീഷനിലൊക്കെ ബ്രേക്ക് ചെയ്യും. നമ്മൾ കാണാൻ കൊള്ളില്ല, നമ്മൾ കാണാൻ സൗന്ദര്യമില്ല, എനിക്ക് മുടിയില്ല, എനിക്ക് ഭംഗിയില്ല, നമ്മൾ സ്വയം ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനത്തെ ഒരാളായി തന്നെ മാറി തീരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ അപ്പോഴും നമ്മളെ കാണാൻ ഫേഷ്യൽ ഫീച്ചേഴ്സും നിറവും അങ്ങനത്തെ മറ്റു പല കാര്യങ്ങളും ഇപ്പം എന്താ പറയുക, ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്കുണ്ടായിരിക്കുക. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് പോലും തോന്നുന്നില്ല നമ്മളെ കാണാൻ സൗന്ദര്യമുണ്ടെന്ന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. കാര്യം വാട്ട് ബി പ്രോജക്റ്റ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ ഒരു റേഡിയേഷൻ, ആ ഒരു വൈബ്രേഷൻ ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ സ്വരൂപത്തിൻ്റെ ഭംഗി മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അതിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എത്രത്തോളം എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു രൂപത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ പോലും പീപ്പിൾ വിൽ ഫൈൻഡ് യു അട്രാക്റ്റീവ്. സത്യമാണത്. അത് ആ സ്വയമേവ ഉള്ള വിശ്വാസമാണ് നമ്മുടെ ആ ഒരു വൈബ്രേഷൻ പുറത്തേക്ക് കൊടുക്കുന്നത്. ആ വൈബ്രേഷനിലാണ് ആളുകൾ അട്രാക്റ്റഡ് ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ബാഹികമായ ഇപ്പം നിറമാവട്ടെ, നമ്മുടെ ജോലൈൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പോകുന്നത്. പണ്ട് ഒരു കാലഘട്ടത്തിൽ നല്ല വയറുള്ള ആളുകൾക്ക് പണവും പവറും ഉണ്ടായെന്ന് കരുതിയത് കൊണ്ട് കുടവയറുള്ള ആളുകളെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇന്നത് കണ്ടാൽ എത്ര പേര് അതങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഒരു പെർസ്പെക്റ്റീവ് മാറുന്നതനുസരിച്ച് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാറും. ഇപ്പോൾ ഈ പണ്ട് ഗോത്രകാലത്ത് ഇപ്പം കറുപ്പിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ നാട്ടിൽ. കറുപ്പെന്നാണ് നിറത്തിനാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ വൈറ്റ്സ് ആണ്, നിങ്ങൾ ബ്ലാക്ക്സ് ആണെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വൈറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും വൈറ്റ് ഒന്നുമല്ല. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നിറമാണ്, ആക്ച്വലി കൊക്കേഷ്യൻസ്. എനിവേ, അന്ന് ഈ ആഫ്രിക്കയിലെ ഗോത്ര കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളിൽ
അവർക്ക് അവരുടെ കറുപ്പിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അവർ കറുപ്പാണ് സൗന്ദര്യമായിട്ട് കാണുന്നത്. അവിടെ തെന്നിയും തെറിച്ച് ഏതെങ്കിലും ഒറ്റപ്പെട്ടൊരു സായിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഇവനെന്തോ അസുഖമാണെന്ന് പറഞ്ഞ് ഇവനെ കാണാൻ അറപ്പോടുകൂടി അവർ കണ്ടെന്നിരിക്കും. അവിടെയും സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാച്ച് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഫോറിനാണ്. അത് ശരിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ശരിയാണ്, തെറ്റാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തെറ്റാണ്. അങ്ങനെയാണ് സൊസൈറ്റി വർക്ക് ആവുന്നത്. ബട്ട് ഐ വിൽ ടെൽ ടു യു, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ ഫീലിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. ഇഫ് യു ആർ ഫീലിംഗ് ഇറ്റ് റിയലി. നോക്കൂ, നമുക്ക് സ്വയം അറിയാം, എന്നെ കാണാൻ സൗന്ദര്യമൊന്നുമില്ല, എനിക്ക് വലിയ ലുക്കില്ല, എന്നെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് സ്വയം അറിഞ്ഞിട്ട് ഞാൻ ഗ്ലാമറസ് ആണ് എന്നൊരു തോട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റി അല്ല പറയുന്നത്. യു ഹാവ് ടു ഫീൽ ഇറ്റ്. നിങ്ങളത് സ്വയമേവ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്കത് അനുഭവം ഉണ്ടായിരിക്കാം. ഈ പലരും ഈ സെമൻ റിട്ടൻഷൻ, അതായത് ഈ മസ്റ്റർബേഷൻ ചെയ്യാതിരിക്കുമ്പോൾ സെമൻ എന്ന് പറയുന്ന ഊർജ്ജം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ അട്രാക്ഷൻ ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സെമൻ റിട്ടൻഷൻ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് മാത്രമായിരിക്കില്ല നമ്മളിൽ അട്രാക്റ്റഡ് ആവുന്നത്, ഈ ആണും പെണ്ണും എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. അത് സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ നിന്ന് വേസ്റ്റായി പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വി ആർ ഓൺ എ ഹയർ സ്റ്റേറ്റ് എന്നുള്ള സ്വയമേ ഉള്ളൊരു തോന്നൽ, ഒരു വിശ്വാസം, അതിൻ്റെ ആ ഒരു ഫീലിംഗ്, അത് ജനറേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ട് തന്നെയാണ് ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അല്ലാതെ വെറുതെ സെമൻ റിട്ടൻഷൻ ചെയ്തിട്ട് നമ്മൾ അപ്പോഴും ഈ ഫ്രസ്ട്രേറ്റഡ് തിങ്കിങ്ങിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓബിയസ്ലി ദർ വോണ്ട് ബി എ ബെറ്റർ റേഡിയേഷൻ ഫോർ യു. സോ ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാത്തിനെയും സൗന്ദര്യത്തോടു കൂടി കാണണമെന്ന് ഞാൻ പറയും. നമുക്ക് സൗന്ദര്യത്തോടു കൂടി എല്ലാത്തിനെയും കാണണമെന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളതാണ്, ഇന്ന കാര്യങ്ങളൊക്കെ മോശപ്പെട്ടതാണ്, അങ്ങനെ കാണാനല്ല പറയുന്നത്. എല്ലാ വസ്തുവിലും, എല്ലാ നിറത്തിലും, എല്ലാ രൂപത്തിലും, എല്ലാ ഭാവത്തിലും, എല്ലാ ആക്ടിവിറ്റിയിലും ഒരു ഭംഗിയുണ്ട്. ഭംഗിയില്ലാത്തൊരു സാധനത്തിന് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഡ്യുവാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭംഗിയോടുകൂടി കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും നല്ല ഒരു ആർട്ട് പോലെ, ഒരു കല പോലെ ഡീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ആറ്റിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യണം. ശരിക്കും ഈ ബോധോദയത്തിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഈ പറയുന്ന ഒരു, എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാവുക, ആ വാക്കെനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ആലങ്കാരികതയാണോ, വാട്ടെവർ ഇറ്റ് ഈസ്, ആ ഒരു എല്ലാത്തിനെയും ഭംഗിയോടുകൂടി കാണാൻ കഴിയുന്ന, എല്ലാത്തിനെയും ഭംഗിയോടുകൂടി അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന. നമുക്ക് നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ സൂക്ഷിക്കണം. ഇതൊക്കെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനോ അവരെ താഴ്ത്താനോ വേണ്ടിയില്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കണം. കാരണം നല്ല ആരോഗ്യമുള്ളൊരു ശരീരം വെച്ചിട്ട് നമുക്ക് സാധനയൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആത്മീയമായി ഉയരാൻ പറ്റൂ. കാരണം വട്ടെവർ വി ഗിവ് ഔട്ട് ഇറ്റ് വിൽ അട്രാക്ട്. നമ്മളിങ്ങനെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരിക്കലും ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ബോധോദയം കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഹയർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അറിയാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് എല്ലാത്തിനും സൗന്ദര്യത്തോടുകൂടി കാണും, ലൈഫിൻ്റെ ബ്യൂട്ടി തിരിച്ചറിയുമെന്നൊക്കെ എപ്പോഴും പറയുന്നത്. രമണ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാർ രമണ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഭയങ്കര പാപിയായിരുന്നു, എനിക്കൊരു ബെറ്റർമെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം. അപ്പോൾ രമണ മഹർഷി അവരോട്, ഞാൻ സ്വയം പാപിയാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. എൻ്റെ ഉള്ളിലും സ്വരൂപം ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും എന്ന് വിശ്വസിച്ച് സാധന ചെയ്താൽ മാത്രമേ അത് ബെനിഫിഷ്യലായിട്ട് വരുള്ളൂ എന്ന് അദ്ദേഹം 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുമായിരിക്കാം, ഞാനും പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു.